വിപിൻ ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹോട്ടലിൽ പോയപ്പോൾ വിപിൻ പറഞ്ഞതുപോലെ എന്നെ കണ്ട് ജോണി സിൻസിന് ലുക്ക് ഉണ്ടല്ലോ, ഒരു ചെറിയ പരിപാടിയുണ്ട്, നമുക്ക് UK പോകുന്ന പോർഷനിൽ ഒരു ചെറിയൊരു കോമഡി വർക്കാവും, എനിക്ക് സാധനം ഒരു ഐഡിയ ഇപ്പം കിട്ടി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വിപിൻ ഫോൺ എടുത്തിട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പിൽ കിട്ടുന്നു. അപ്പോൾ അവർക്ക് അത് കേട്ടപ്പോൾ എക്സൈറ്റഡ്, അത് കൊള്ളാം കേട്ടോ ശ്രീനാഥ്, കറക്റ്റാണ് കേട്ടോ, ശരിയാണ്, പുള്ളി ആ ലുക്കുണ്ട്. അപ്പോൾ തന്നെ അവൻ അവൻ്റെ WBTS ടീമുണ്ട്, ഈ അതിനകത്ത് ഡയറക്ടർ, റൈറ്റർ, സിനിമാറ്റോഗ്രാഫർ എല്ലാവരും ഉള്ള റൈറ്റിംഗ് ടീമൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ ഐഡിയ പറഞ്ഞു. എനിക്കൊരു 10 മിനിറ്റ് തന്നെ അവൻ തന്നെ ഒരു 3-4 അതിൻ്റെ സീൻസും അവൻ വോയിസ് റെക്കോർഡിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവർ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വിപിൻ ഈ മിക്കവാറും ഒക്കെ പ്ലാനുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിയേറ്റീവ്ലി അവർക്ക് പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്യും, ക്രിയേറ്റീവ് ഐഡിയാസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വിപിനല്ലേ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതങ്ങ് മാറിക്കോളും എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോയി ഷൂട്ട് തുടങ്ങിയപ്പോഴും ഞാൻ ലൊക്കേഷനിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷനിൽ പോകുമ്പോഴൊക്കെ നമ്മൾ WBTS പ്രൊഡക്ഷൻ്റെ ആളായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഹായ് അങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും പോയി ഡയറക്ടറുടെ അടുത്തോ വിപിൻ്റെ അടുത്തോ രണ്ടാമത് ചോദിച്ചിട്ടില്ല അത് എന്താ ആ സീൻ ഉണ്ടോ, അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ ഉണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വെച്ചാൽ അവർ വിട്ടു പോകണമെങ്കിൽ പൊക്കോട്ടെ, കാരണം എനിക്കൊരു പേടിയുണ്ട്, ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ലല്ലോ. അവസാനം ഒരു ദിവസം കൺട്രോളർ വിളിച്ചിട്ട് പാസ്പോർട്ടൊന്ന് വേണം എന്ന് പറയുമ്പോഴാണ് അപ്പം ഞാൻ ചോദിച്ചപ്പം സംഭവം ഉണ്ടോ, നിങ്ങളെ പാസ്പോർട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് നേരെ ഞാൻ സവിനെ വിളിക്കുകയാണ്. സവിനെ എൻ്റെ പോർഷൻ ഉണ്ടോ, സാധനം അങ്ങനെ സാധനം ചെയ്യുന്നുണ്ടോ? ഉണ്ട് കേട്ടാ, ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഉണ്ട്. എൻ്റെ അമ്മയെ പെട്ട്